2024 ജൂലൈ 29 ആ കറുത്ത രാത്രിയെക്കുറിച്ച് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. ഉരുളെടുത്ത നിരവധി ജീവിതങ്ങൾ നഷ്ടമായി. എന്നാൽ നാളുകൾക്കിപ്പുറം അവരിന്ന് അതിജീവനത്തിൻ്റെ പാതയിലാണ്. ദുരന്തം കഴിഞ്ഞിട്ടിപ്പോൾ 2 വർഷം, നാളേക്ക് 2 വർഷം തികയാണ്. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചോളം, എൻ്റെ കുടുംബം സംബന്ധിച്ചോളം ഇത് ജീവിതകാലം മുഴുവൻ ഇത് ഒരു മനസ്സിൽ ഓർമ്മയായിട്ട് തന്നെ കിടക്കും. കാരണം അത്രമാത്രം ഒരു പേടി സ്വപ്നമായിരുന്നു ആ ഒരു നിമിഷം. അത് ഓർത്തെടുക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ അത് ഫസ്റ്റത്തെ ഉരുൾപൊട്ടലിൽ ഒരു 1:43 ടൈം. ആ ടൈമിലാണ് എൻ്റെ വീട്. കാരണം എൻ്റെ വീട്ടിലായിരുന്നു അന്ന് അനിയൻ്റെ ഫാമിലിയും എൻ്റെ മൂത്ത പെങ്ങളും. അങ്ങനെ ആ ടൈമിലാണ് എൻ്റെ ഭാര്യയായിരുന്നു നേരത്തെ നീച്ചത്. അവളൊരു 12:30 നീച്ച ടൈമിൽ അവൾ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എൻ്റെ വീടിൻ്റെ മേലെ കൂടെ വെള്ളം വരുന്നത്. അങ്ങനെ ഒരു ബെഡ്റൂം മാത്രം ബാക്കിയായി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന ടൈമിലാണ് എൻ്റെ മക്കളൊക്കെ ചെളിയിൽ താന്ന് കിടക്കുന്നുണ്ടായത്. അങ്ങനെ നോക്കുന്ന ടൈമിലാണ് നീതുവിൻ്റെ പെര കാണുന്നത്. ആ നീതുവിൻ്റെ പെരയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അവിടെ ഒരു 10-32 പേരോളം ഉണ്ടായിരുന്നു നമ്മളെ വിജയൻ മഠത്തിൽ. അങ്ങനെ നമ്മളെ ഔസപ്പിച്ചൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ എല്ലാവരും നിന്നത്. പിന്നെ ഒരു 2 മണിക്കൂറോളം കാലതാമസം ഉണ്ടായിരുന്നു, ടൈം ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് പിന്നെ രണ്ടാമത്തെ പൊട്ടും വരുന്നത്. ആ പൊട്ടിൽ ആ സൗണ്ട് കേൾക്കലും ഞങ്ങളൊരു 10-21 പേര് ഒരു റൂമിലേക്ക് ഓടിക്കയറി. അവിടെ ആ ഡൈനിങ് ഹാളിൽ നിന്നവരാണ് ഒരു 5 പേര്. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്നാണ് പോകുന്നത്. ഞാനൊരു വാതിലിൻ്റെ ഇടയിലായിരുന്നു കുടിയും കിടന്നത്. അത് നമ്മളെ അയൽവക്കക്കാരെ എല്ലാവരും ആ നിമിഷം പോയിരുന്നു. കാരണം വിജയേട്ടൻ്റെ പെങ്ങളും അമ്മയും ഒക്കെ എൻ്റെ മുന്നിൽ നിന്നായിരുന്നു പോയത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ താന്ന് കിടക്കുകയായിരുന്നു. ഞാൻ ഇത്രത്തോളം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ താന്ന് കിടക്കുകയായിരുന്നു. പിന്നെ ഞാനും എൻ്റെ അനിയനും എൻ്റെ ഒരു പെങ്ങളെ മോനുണ്ട് പ്രവീൺ. ഞങ്ങളങ്ങനെ ജനൽ പൊളിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ചാടുന്നത്. അങ്ങനെ സാരി കെട്ടിയിട്ടാണ് ആ ടൈമിലാണ് നിങ്ങളെ കാണുന്നത്, ആ സ്കൂളിൻ്റെ ആ ടൈമിൽ. അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ വീണ്ടും വല്ലാത്തൊരു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഇല്ല, ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇതിപ്പോഴും ഞങ്ങളൊക്കെ ഒരു സ്വപ്നം പോലെ കാണുന്നൊരു ഇതാണ്. അന്ന് നിങ്ങളെ അടുത്തേക്ക് വന്നപ്പോഴല്ലേ അന്ന് റൂമിലേക്ക് ഓടിക്കയറി. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഞങ്ങളെല്ലാവരും റൂമിലേക്ക് കയറുന്ന ടൈമിൽ ബെർത്തിൻ്റെ മേലെ, അവിടെ വീടിൻ്റെ ബെർത്ത് ഉണ്ടായിരുന്നു, അതിൻ്റെ മേലെയായിരുന്നു ഞങ്ങൾ 13. അതിലാണ് ജിൻഷമ്മു മക്കളൊക്കെ ഉണ്ടായത്. 13 ആളെ കയറ്റിയിരുത്തി. ആ ടൈമിൽ ലതേച്ചി ഞങ്ങളുടെ ആയിരുന്നു. അതുകൊണ്ടാണ് ലതേച്ചി കഴിച്ചിലായത്. ഉരുളുണ്ടായ സമയത്തെ വേണുമായിട്ട് കൃത്യമായി കണ്ടു എന്ന് എനിക്കറിയാം. അന്ന് അതെങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു അത്? കാരണം ഫസ്റ്റത്തെ പൊട്ടൽ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് ചാടുമ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ മുന്നിൽ ഒരു ബോഡി കിടക്കുന്നുണ്ടായിരുന്നു. ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ബൈജു വളരെ കണ്ണൊക്കെ നിറഞ്ഞാൽ വന്നത്. ഇപ്പോൾ ജീവിതം ഒരുപാട് മാറിയോ? എന്താ വ്യത്യാസം? മാറ്റം പറയണത് അത് ഇഷ്ടപ്പെടുന്നില്ല. അത് കഴിഞ്ഞു പോയത് ഓർക്കാനുള്ള ഒരു ഇതില്ല ഇപ്പോൾ. കാരണം കുറേ സുഹൃത്തുക്കൾ പോയി. പിന്നെ അവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു വാശിയായിരുന്നു. ഇത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ട് പോകണമെന്ന്. അതുകൊണ്ട് മാത്രം ആ ചെളിയിൽ കൂടെ കിടന്നു വന്നതാണ്. മാറി ടൗൺഷിപ്പിലേക്ക് വന്നു, പുതിയ വീടായി, പഴയ ഓർമ്മകളിൽ നിന്നൊക്കെ മുക്തനായോ? മുക്തനായിട്ടുണ്ട്. പക്ഷേ ചില ഓർമ്മകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു പോവുക. അത് ഇനി മറക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. കുറച്ച് പേര് അടുത്തുണ്ട്. നമ്മളെ വീടിൻ്റെ അടുത്തുണ്ടായവർ തന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എല്ലാവരും. ആ ഒരു സന്തോഷമുണ്ട്. അന്ന് നിങ്ങൾ എങ്ങനെയാണ് സുദർശൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയത്? എങ്ങനെയാണ് അത്? ഇവിടുന്ന് നമ്മളെ ജോജോൻ്റെ വീടിൽ നിന്ന് നേരെ കയറിയാണ്ട് വന്ന സാരിയിൽ അങ്ങോട്ട് കയറി വന്നതാണ്. അങ്ങനെ സുദർശൻ്റെ അടുത്ത് വെളിച്ചം കാണിച്ചു തരാൻ പറഞ്ഞു. പക്ഷേ ഓനെ ആ ടൈമിൽ ഒന്നും പറയാൻ പറ്റൂല. ഓൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ അവൻ ടെറസിൻ്റെ മേലെയായിരുന്നു. പിന്നെ അവൻ വെളിച്ചം കാണിച്ചു തന്നു. അതിലൂടെയാണ് എല്ലാവരെയും സാരിത്തുമ്പിൽ പിടിച്ച് കയറ്റിയത് മേലേക്ക്. പിന്നെ അവിടെ നിന്നാണ് രക്ഷപ്പെടണം എന്നുള്ളൊരു വാശിയായിരുന്നു. അപ്പോൾ പിന്നെ ഇവർ രക്ഷാപ്രവർത്തനം നമ്മുടെ അടുത്തേക്ക് എത്തണില്ല. അപ്പോഴാണ് ഞാൻ മോനെയും കൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ ജീവിതം എല്ലാം പറഞ്ഞിട്ട് ചാടാൻ വേണ്ടിയിട്ട് തന്നെ പോയത്. പിന്നെയാണ് ആ പാലം കൊണ്ടുവന്ന് ഇട്ട് തന്നപ്പോൾ അതിലൂടെ കയറി വന്നത്. ഇനിയിപ്പോൾ പറയാനുള്ളത്, ഇനിയിപ്പോൾ ബാക്കിയുള്ളവരുടെയും കൂടി വീട് പണി പെട്ടെന്ന് തീർത്തിട്ട് എല്ലാവരും ഒരു കൂട്ടത്തിൽ നിൽക്കുക, അത്രയേ ഉള്ളൂ. കാരണം എല്ലാവരും അറിയുന്നവരാണ്. അതുകൊണ്ട് ഒരു പുതിയ വീട്ടിലേക്ക് വന്നു എന്നുള്ളൊരു ഇതൊന്നുമില്ല. വീടാ ഇതാണ്. ഉരുൾ ദുരന്തത്തിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നറുക്കെടുക്കുന്ന സമയത്ത് വളരെ വൈകാരികമായി നമ്മുടെയൊക്കെ മനസ്സിൽ തട്ടിയൊരു ദൃശ്യമായിരുന്നു. വത്സലേച്ചി
നറുക്കെടുക്കുന്ന സമയത്ത് വിങ്ങിപ്പൊട്ടുന്ന ദൃശ്യം. ഇപ്പോൾ വീടായി, സന്തോഷമുണ്ടോ? സന്തോഷം, വീടിന് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ ഞങ്ങൾ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. ആ ഒരു വിഷമം ഞങ്ങളത് എന്നായാലും മാറാൻ പറ്റില്ല. അങ്ങനെയായിട്ട് ഇതാക്കുക 2 വർഷം കഴിയണം. എന്നാലും ഞങ്ങളെ വിഷമം, ഞങ്ങളെ മോൻ്റെയൊക്കെ ഞങ്ങളൊന്നും വിടലൊന്നുമില്ല. ഫോണിൽ കൂടെയൊക്കെ കാണുമ്പോൾ ഇന്നലെ തൊട്ട് ഭയങ്കരമായൊരു സങ്കടം വരികയാണ്. ആ സമയം വരുമ്പോൾ സങ്കടം വരികയാണ്. മോൻ്റെ അവൻ്റെ ഫോട്ടോകളും അച്ഛൻ്റെയും മോനും ആകുമ്പോൾ ഒരു സങ്കടം തന്നെ. ഞങ്ങൾ സങ്കടം മാറില്ലല്ലോ. ഞങ്ങൾക്ക് വീട് കിട്ടിയ സംഭവം ശരിയാണ്. ഞങ്ങളുടെ സങ്കടം ഞങ്ങൾക്ക് മാറാം. ഞങ്ങളെ ഗവൺമെൻറ് ഞങ്ങളെ കൈവിട്ടിട്ടില്ല. ഞങ്ങളങ്ങനെ സന്തോഷം ജീവിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടം വരെ എത്തി. ഇനി നാളത്തെ കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നു മകനെ. അത് എൻ്റെ മോൻ്റെ പേരാണത് അവിടെ അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ പേര് പറയുന്ന സമയത്ത് എന്തായാലും വിഷമം തന്നെയല്ലേ. രണ്ടുപേരും ഒരുപോലെ നഷ്ടപ്പെട്ട ഒരാളെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത്ര വിഷമം ഉണ്ടാകില്ലായിരുന്നു. പിന്നെ ആരുമില്ലല്ലോ. മോളാണ് എൻ്റെ അടുത്തുള്ളത്. ഞങ്ങളങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചൂരൽമലയിൽ ഏത് ഭാഗത്തായിരുന്നു? അതുപോലെ ഞങ്ങൾ ടൗണിൽ തന്നെയാണ്. അവിടെ ഒരു സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ പറഞ്ഞ് ഞങ്ങളെല്ലാവരും മേലത്തെ നിലയിൽ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിയതോ ഒരു പൊട്ടി വരുന്നതാണെന്ന് ഞങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾക്കൊരു ഫോൺ കോളും വന്നിട്ടില്ല. അപ്പോൾ അച്ഛൻ താഴോട്ട് ഇറങ്ങി. അതിൻ്റെ പുറകിൽ മോന് അച്ഛൻ ഞാനും വരട്ടെ എന്ന് പറഞ്ഞ് അച്ഛനും ഇറങ്ങി. പിന്നെ ഞങ്ങളെ മേലത്തെ നിലയിൽ ഞങ്ങൾക്ക് കഴുത്തിനോടൊപ്പം വെള്ളമായിരുന്നു. പിന്നെ ഞങ്ങളെ കുടുംബക്കാരെയൊക്കെ വിളിച്ച് അവരൊക്കെ അന്ന് തലേദിവസം രാത്രി അവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ വിളിച്ച് എൻ്റെ ആങ്ങളെ എന്ന് പറയും, സത്യം എന്ന് പറയും, അവനും വേറെ 2-3 ആൾക്കാരൊക്കെ വന്ന് ഞങ്ങളെ മേലിൽ നിന്നും താഴെ ഇറക്കി ഞങ്ങളെ വേറെ വീട്ടിലേക്ക് കൊണ്ടുപോയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത വെള്ളത്തിൽ ഞങ്ങളും പോയിട്ടുണ്ടാകും. പൊട്ടിയപ്പോഴേക്കും നിങ്ങൾ അവിടെ നിന്ന് മാറി? മാറി. ഞങ്ങൾ അവിടെ നിന്ന് മാറി. അങ്ങനെയാണ്. ചുറ്റുവട്ടമുള്ളവരൊക്കെ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അയൽവക്കക്കാരുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ പെട്ടെന്ന് മാറാൻ കഴിഞ്ഞു. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ മാറാനുള്ളൊരു ഇത് കിട്ടിയില്ല. ചുറ്റും അവർ 2-3 വീടിന് അങ്ങനെ വെള്ളം കയറിയിട്ടില്ല. പിന്നെ എൻ്റെ ആങ്ങളെന്ന് പറഞ്ഞ സത്യം പറയും, അവൻ്റെ വീടിന് പകുതിയോളം പോയി. പിന്നെ സുധാകരൻ പറയും അവൻ്റെ, പിന്നെ മേലതിര ശശി പറയും, അവർക്ക് 2 പേർക്കും അവിടെ വീട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരാൾക്കും കൂടെ ഇപ്പോൾ വീട് കിട്ടാനുണ്ട്. അവിടെ ഉണ്ടായിരുന്ന അയൽവക്കക്കാർക്ക് തന്നെ എപ്പോഴും അപ്പോഴും ഉണ്ട്. അവർക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് 1-ാം ഘട്ടത്തിൽ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കാണ് കിട്ടിയത്. ഇനി അവർക്ക് കുറച്ചാൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളുണ്ടോ? സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സൗകര്യങ്ങളൊന്നും ഇല്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്നത്തെ ഒരു ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറിയോ? എന്താ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? അന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അപേക്ഷിച്ചിട്ട് ഒരുപാട് മാറ്റമുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കറിയില്ല, നമ്മളെ മാറ്റങ്ങളൊന്നും നമുക്കറിയില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പുതിയ ടൗൺഷിപ്പിലേക്ക് വന്നു, പുതിയ വീട്ടിലേക്ക് വന്നു, എല്ലാം പുതിയത്. പക്ഷെ ചിന്തകളും ഓർമ്മകളും ഒക്കെ പഴയതാണ്. ഞങ്ങളുടെ ജീവിതവും ആ പഴയ ഒരു ഇത് തന്നെയുള്ളത്. പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, അന്നത്തെ ഒരു ദുരന്തത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട്. അതെന്തായാലും നമ്മൾ അവസാനിക്കുന്നവരെ ഉണ്ടാവും. അങ്ങനെയാണ്. നമ്മളെല്ലാവരും അറിയുന്ന ആളുകൾ പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ തനിച്ച് വന്നതല്ലല്ലോ, എല്ലാവരും ഉണ്ട് കൂടെ. പിന്നെ വീട്ടിലുള്ള നമ്മളെ മക്കളും അമ്മയും ഇവരാരും ഇല്ലാത്തതിൻ്റെ വലിയൊരു ദുഃഖം ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വീട് കിട്ടിയത് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു സന്തോഷം. പക്ഷേ അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല സന്തോഷമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എല്ലാം നമ്മൾ ഈ ദുരന്തത്തിന് ശേഷമുള്ളത് എല്ലാം നമ്മൾ സന്തോഷമായിട്ട് സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ആരും നമ്മളെ കൂടല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ നേരം വെളുക്കണത് വൈകുന്നേരം ആകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നുമില്ല മനസ്സിലിപ്പോൾ. ഇങ്ങനെ പുതിയതായിട്ട് അത് ചെയ്ത് മുന്നേറണം, ഇത് ചെയ്ത് മുന്നേറണം എന്നുള്ള ആ ഒരു ചിന്താഗതിയൊന്നുമില്ല. എങ്ങനെയൊക്കെയോ രാവിലെയാണ്, എങ്ങനെയോ വൈകുന്നേരമാവും. അതാണ് ഇപ്പോഴത്തെ ജീവിതം. എത്രയും വേഗം എല്ലാവർക്കും വീട് കിട്ടണം. എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ പറയാനുള്ളത്? എല്ലാവർക്കും കിട്ടണം. എല്ലാവരും ആ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അതേപോലെ നമ്മളെ കിട്ടിയ പോലെ എല്ലാവർക്കും ഒരേപോലെ കിട്ടി, എല്ലാവരും സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും സന്തോഷമായി നിൽക്കണം എന്നാണ് നമ്മളെ ആഗ്രഹം. എന്തൊരു പരിപാടി വന്നാലും ആദ്യമൊക്കെ എല്ലാവരും ഒന്നിച്ച് കൂടുമായിരുന്നു. അതേപോലെ ഇവിടെയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ എന്നാണ്.
ഭേദമൊന്നുമില്ല, വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നല്ലോ ചൂരൽമല, മുണ്ടക്കൈ എന്നൊക്കെ പറഞ്ഞാൽ. അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും നേരത്തെ തന്നെ പറഞ്ഞ പോലെ വീടുകളുടെ പുനരധിവാസം പൂർത്തിയാക്കണം എന്നാണല്ലേ? എന്താ അത്തരത്തിനുള്ളൂ. നമ്മളവിടെ ചൂരൽമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ജാതിനെ കുറിച്ചോ അല്ലെങ്കിൽ മതത്തിനെ കുറിച്ചോ അങ്ങനെ പറയില്ല. രാഷ്ട്രീയപരമായിട്ട് എല്ലാവർക്കും ഓരോ ചിന്താഗതികളുണ്ട്. പക്ഷേ ജാതി പറഞ്ഞിട്ടോ അങ്ങനെയല്ല. ഭയങ്കര എല്ലാവരുമായിട്ട് ഇനിയിപ്പോൾ പള്ളിയിൽ ചോറ് കൊടുക്കുമ്പോൾ നമ്മൾ പോയി വരി നിൽക്കുന്നു, അതേപോലെ അമ്പലത്തിൽ ചോറ് കൊടുക്കുമ്പോൾ അവർ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേകതര ഐക്യമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ തമ്മിൽ ആ ഒരു പേര് പറഞ്ഞിട്ട് അടികൂടലില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അത് മാത്രം പറഞ്ഞുണ്ടാവരുത്. അതായത് ജാതി പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു വാക്കുകളോ അങ്ങനെ വരരുത്. അത് എല്ലാവരും പറഞ്ഞു തീർക്കലാണ്. രാഷ്ട്രീയപരമായിട്ട് അടി ഉണ്ടാകലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാകലുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിരുന്നു. പക്ഷേ മറ്റുള്ള കാര്യത്തിൽ ഹാപ്പിയാണ് അവിടെ എല്ലാവരും. പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും എല്ലാവരും ആ കാര്യത്തിൽ ഹാപ്പിയാണ്. ഒരു പ്രത്യേക ഒരു ഏരിയയാണ് ആ ഏരിയ. അത് വിട്ട് കഴിഞ്ഞപ്പോഴുള്ള ബുദ്ധിമുട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതേപോലെ ടൗൺഷിപ്പ് അതേപോലെ ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഉരുൾ ദുരന്തത്തിൻ്റെ വേദന പിന്നിട്ട് അതിജീവനത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ. ടൗൺഷിപ്പിലെ പുതിയ വീടുകൾ സുരക്ഷിതമായ നാളെയുടെ പ്രതീക്ഷയാകുമ്പോൾ പുനരധിവാസം പൂർണ്ണതയിലെത്തുന്നത് കാത്തിരിക്കുകയാണവർ. വീഡിയോ ജേർണലിസ്റ്റ് ടോണി ആന്റണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.